ഹലോ, വെൽക്കം ടു മൈ അക്കൗണ്ടിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഈ സീരീസിന്റെ തുടക്കം മുതൽ നമ്മളൊരു ഓർഡറിലാണ് വന്നത്. ഫസ്റ്റ് ജേർണൽ എൻട്രീസ്, പിന്നെ ലെഡ്ജർ പോസ്റ്റിംഗ് പഠിച്ചു, അവിടെ നിന്ന് ട്രയൽ ബാലൻസ്, പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ അതിന്റെ മുന്നായിട്ട് ഞാൻ എന്തിനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അക്കൗണ്ടിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, അല്ലെങ്കിൽ ഇതിന്റെ പേർപ്പസ് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. കാരണം ട്രേഡിംഗ് അക്കൗണ്ടായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കുമാണ്. മാത്രമല്ല നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന അതേ ഐറ്റംസ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതുകൊണ്ടാണ് ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് വീഡിയോ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ബിസിനസ് ഫിഫോ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ലിഫോ മെത്തേഡാണ്, ഇല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമ്മൾ ഡിഫറെൻറ്റ് രീതിയിലാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം. അപ്പൊ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ നോർമൽ സിമ്പിൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ കുറിച്ചിട്ടാണ്. എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? ഒരു ബിസിനസ് ഒരു കൊല്ലം വിൽക്കുന്ന ഗുഡ്സ്, ആ ഗുഡ്സിന് വേണ്ടിയിട്ട് ആ ബിസിനസ്സിന് ആ കൊല്ലം എന്ത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വന്നിട്ടുള്ളത്, ഇല്ലെങ്കിൽ ആ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ വാങ്ങാൻ വേണ്ടിയിട്ടോ വന്ന കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഇതിൽ ആ ഗുഡ്സായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസുകൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ റോ മെറ്റീരിയൽ വാങ്ങാൻ വന്ന കോസ്റ്റ്, ആ റോ മെറ്റീരിയൽ അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിക്കാൻ വന്ന കോസ്റ്റ്, അതിന് കൊടുത്ത ലേബർ ചാർജസ്, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇതിൽ കൂട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് ആ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻറ്റിന് സാലറി കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ കുറച്ച് സ്റ്റേഷനറി വാങ്ങുകയാണ്, ഇല്ലെങ്കിൽ കുറച്ച് ഓഫീസ് എക്സ്പെൻസ് വരികയാണ്. ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ എടുക്കില്ല. അതുപോലെ തന്നെ ഒരു കൊല്ലം വിൽക്കുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ് മാത്രമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗുഡ്സ് സോൾഡ് അതായത് വിറ്റ ഗുഡ്സ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഒരു ബിസിനസ്സിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ടോ വന്ന ചിലവിനെ നമ്മളിതിൽ കണക്കാക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടെത്തുന്നത്? നമ്മളിപ്പം ഒരു പ്രോഡക്റ്റിന് എന്ത് വില നിശ്ചയിക്കണം, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കണം, എന്ത് പൈസയ്ക്കാണ് നമ്മൾ വിൽക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മളെ സഹായിക്കും. അതായത് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഗുഡ്സിന് ടോട്ടൽ ഇത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം, ഞാൻ ആ കോസ്റ്റിലേക്ക് എൻ്റെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മളെ സഹായിക്കും. നമുക്ക് അറിയാം, ട്രേഡിംഗ് അക്കൗണ്ടിലൂടെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു ബിസിനസ് നമ്മൾ ഇനി ഉണ്ടാക്കണോ ഇല്ലെങ്കിൽ നമ്മൾ ഇനി പ്രൊഡ്യൂസ് ചെയ്യണോ, ആ ബിസിനസ്സിൽ നമ്മൾ ഡീൽ ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ പോലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സഹായിക്കും. അതായത് ഞാൻ വാങ്ങുന്ന ഗുഡ്സ് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്, അപ്പോൾ അതിലേക്ക് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതിനെക്കാളും ഒരുപാട് വലിയ സെല്ലിംഗ് പ്രൈസിൽ എനിക്ക് ആ പ്രോഡക്റ്റ് വിൽക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ആ പ്രോഡക്റ്റ് ഒരിക്കലും മാർക്കറ്റിൽ എന്താവില്ല, ചിലവാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രോഡക്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാനും എന്ത് സഹായിക്കും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സഹായിക്കും. അതുപോലെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത്, അതായത് സാമ്പത്തിക ആരോഗ്യം എന്നൊക്കെ പറയില്ലേ, അതായത് ഈ ബിസിനസ്സിന് അത്യാവശ്യത്തിനുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വേണം നമുക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും അഡ്ജസ്റ്റ് ചെയ്യാൻ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമോ, ഈ ബിസിനസ് ഫിനാൻഷ്യലി നല്ല ഹെൽത്തി ആണോ എന്നൊക്കെ തീരുമാനിക്കാനും നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സഹായിക്കും. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് സങ്കല്പിക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ഉണ്ടാവും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. ഇതിൽ നിന്ന് നമ്മൾ വിൽക്കുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കും, അതിൻ്റെ കൂടെ പർച്ചേസസ്. ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് കുറച്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതിൻ്റെ ടോട്ടൽ വാല്യൂ ഞാൻ എടുക്കും. ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്ന പർച്ചേസസ് അല്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന സാധനത്തിൻ്റെ വിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ എന്താണ്, എൻ്റെ അടുത്തുള്ള ടോട്ടൽ സ്റ്റോക്കിൻ്റെ കോസ്റ്റ് എനിക്ക് കിട്ടും. അതിൽ നിന്ന് ഞാൻ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യും. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, ഞാൻ എത്ര ഗുഡ്സാണ് അല്ലെങ്കിൽ എത്ര സ്റ്റോക്കാണ് ഒരു കൊല്ലം വിറ്റത്, അതിൻ്റെ പൈസ നമുക്ക് കിട്ടും. ഇനി ഈ ഇക്വേഷനിൽ തന്നെ നമ്മൾ പർച്ചേസസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പർച്ചേസസിൻ്റെ കൂടെ കുറച്ച് അധികം ഡയറക്റ്റ് എക്സ്പെൻസ് വരികയാണ്, ഓക്ട്രോയ് വരികയാണ്, ഫ്രൈറ്റ് വരികയാണ്, ലേബർ ചാർജസ് അതായത് വേജസ് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കോസ്റ്റിലേക്ക് ഡയറക്റ്റ് എക്സ്പെൻസിനെയും കൂടെ ആഡ് ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ വരുമ്പോഴുള്ള ഫോർമുല. ഇനിയിപ്പോൾ ഞാനൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ന്യൂ ഗുഡ്സ്, എൻ്റെ അടുത്തുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൻ്റെ കൂടെ ന്യൂ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ്, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റും ഞാൻ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റാണ് മൈനസ് ചെയ്യേണ്ടത്. അതായത് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാക്കാൻ എനിക്ക് എത്ര കോസ്റ്റ് ഉണ്ടായി അതാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ ഈ കേസിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. ഇനി നമ്മുടെ അടുത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും? നമ്മുടെ ടോട്ടൽ സെയിൽസ് വാല്യൂ, ഞാൻ ഈ പ്രാവശ്യം വിറ്റ ഗുഡ്സിൻ്റെ ടോട്ടൽ സെയിൽസ് വാല്യൂന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ, ആ ഗുഡ്സിന് വേണ്ടി എനിക്കുണ്ടായ കോസ്റ്റ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടി, എൻ്റെ പ്രോഫിറ്റ് കിട്ടി. സെയിൽ പ്രൈസിൽ നിന്ന് ഞാൻ എന്താണ് കുറയ്ക്കുന്നത്, ആ ഗുഡ്സിനുണ്ടായ കോസ്റ്റ്, അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് കിട്ടി. ഈ ഇക്വേഷനിൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനോ, എൻ്റെ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റിലേക്ക് ഇൻഡയറക്റ്റ് ഇൻകത്തിനും കൂടെ ആഡ് ചെയ്യും. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വീഡിയോയിലൂടെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഞാൻ അടുത്ത വീഡിയോയിൽ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിക്കുക. അതിൻ്റെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ ഫോർമുലാസും ഏകദേശം കണക്റ്റഡ് തന്നെയാണ്. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു പെർട്ടിക്കുലർ ഐറ്റം വരികയാണെങ്കിൽ ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനോ അതുപോലെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനൊക്കെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലൂടെ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും ഡയറക്റ്റ് എക്സ്പെൻസും, അതിൽ നിന്ന് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.